ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ വേദനയുള്ളൊരു വാർത്തയാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. വെള്ളിയാഴ്ച ഉണ്ടായ ഒരു സംഭവമാണ്. ഒരു ഉമ്മയെ മകൻ വെട്ടിക്കൊന്നു. അത് വൈലത്തൂർ കാവുപുരയിൽ അബുവിൻ്റെ ഭാര്യയാണ്, 62 വയസ്സുള്ള ആബിദയാണ്. നന്നാട്ട് ആബിദയാണ് മരണപ്പെട്ടു പോയത്. എന്തായാലും മകന് മാനസിക അസ്വാസ്ഥ്യം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും മാനസികമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ പോലും വളരെ ദാരുണമായിട്ടാണ് ആ ഉമ്മയെ ആ മകൻ കൊന്നത്. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി മകനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ആ വീട്ടിൽ അയൽവാസികളും എല്ലാം കൂടിയിട്ടുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ച് പറയുന്ന വാർത്തകൾ ഒന്ന് കേട്ടിട്ട് വരാം. ഇവിടെ പ്രദേശത്തുള്ള ഇറച്ചി വ്യാപാരിയാണ് അബു എന്ന് പറഞ്ഞത്. അപ്പോൾ രാവിലെ അവർ മകനും അവരും കൂടി, ആകെ ഒരു മകനേ ഉള്ളൂ, 2 പെൺകുട്ടികളാണ്. അപ്പോൾ ഈ മകനും അവരും കൂടി, മകന് മാനസികാസ്വസ്ഥതയുള്ള മകനാണ്. മകനും അവരും കൂടി രാവിലെ ഇറച്ചിക്കടയിൽ അവർ ജോലി കഴിഞ്ഞ് വാപ്പ ഈ അബു എന്ന് പറഞ്ഞവർ കടയിലേക്ക് പോയി. മകനെ വീട്ടിൽ വന്ന സമയത്ത് ഉമ്മാനൊക്കെ വാക്കുതർക്കമുണ്ടാവുകയും ഉമ്മാനെ വെട്ടത്തിയോ എന്തോ ഉപയോഗിച്ച് മാരകായുധം ഉപയോഗിച്ച് വെട്ടി വീഴ്ത്തി. അങ്ങനെ നാട്ടുകാർ വന്ന സമയത്ത് ഈ ആമിന എന്നവരെ നിലത്ത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അവസ്ഥയിലാണ് കണ്ടത്. അപ്പോൾ പരിസരത്തുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അയൽവാസികളും ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇവരെ എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി എടുക്കാൻ പോയ സമയത്ത് മകൻ വീണ്ടും കയറിയിട്ട് ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി എന്നുള്ളതാണ് കാഴ്ചയിൽ. തലച്ചോറ് പൂർണ്ണമായിട്ടും പുറത്ത് ചാടിയ നിലയിലായിരുന്നു. അതിദാരുണമായിട്ടുള്ളൊരു മരണമാണ് സംഭവിച്ചിട്ടുള്ളത്. മകന് മാനസികമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളാണ്. എന്ത് മാനസികമായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഉമ്മ, സ്വന്തം പെറ്റുമ്മ ഇത്രയും വളർത്തി വലുതാക്കി മാനസികമായിട്ട് അസ്വസ്ഥ്യം ഉണ്ടായിട്ട് പോലും ആ അമ്മ ആ മകനെ കളയാതെ നോക്കി ഇത്രയൊക്കെ ആക്കി കൊണ്ടുവന്നത് ഇതിനായിരുന്നോ? എന്തായാലും ആ മാതാവിൻ്റെ കരച്ചിൽ കണ്ടിട്ട് പോലും, അല്ലെങ്കിൽ ഒന്ന് വെട്ടിയപ്പോൾ പോലും ആ മാതാവ് എന്തുമാത്രം അലറി വിളിച്ച് കാണും. എന്നിട്ട് പോലും ആ മകൻ്റെ കണ്ണ് തുറക്കുകയോ മനസ്സ് തുറക്കാനോ പറ്റാത്തൊരവസ്ഥയായി പോയല്ലോ. അതിൽ ഒരുപാട് സങ്കടമുണ്ട്. പക്ഷേ ഈ കുട്ടിക്ക് ഇങ്ങനൊരു ടെൻഡൻസി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നതാണോ, അതോ ഇതിനു മുമ്പും മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ളൊരു ടെൻഡൻസി ഈ കുട്ടി കാണിക്കുമായിരുന്നോ എന്നൊന്നും അറിയില്ല. ബാപ്പ ഇറച്ചി വെട്ടാൻ പോയിരിക്കുകയായിരുന്നു, ഇറച്ചിക്കടയിലായിരുന്നു. ബാപ്പ വന്നപ്പോൾ അല്ലെങ്കിൽ അയൽവക്കക്കാരോടെല്ലാം ആ കുട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇബിലീസിനെ കൊന്നെന്നാണ്. സ്വന്തം ഉമ്മ അലറി വിളിച്ചു മരിച്ചു കിടക്കുമ്പോൾ, ചോരയിൽ മുങ്ങിക്കിടക്കുമ്പോൾ പോലും ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയ്ക്ക് മാനസികമായിട്ട് അസ്വാസ്ഥ്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഈ കുട്ടിയെ ഒരിക്കലും ഒറ്റയ്ക്കാക്കിയിട്ട് പോകരുതായിരുന്നു. ഈ കുട്ടിക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുത്ത് ഈ കുട്ടിയെ വേറെ രീതിയിൽ കെയർ ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു അപകടം ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ഒരിക്കലും ഒരു മാതാവും മക്കൾ ഇങ്ങനെ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമ്മുടെ മക്കൾക്ക് എന്ത് വയ്യായികളുണ്ടെങ്കിലും നമ്മുടെ ഉയിര് കളഞ്ഞാലും നമ്മളെ മക്കളെ നോക്കും. അതായിരിക്കും ആ മാതാവും ചെയ്തതല്ലേ. എന്തായാലും വളരെ ദാരുണമായ ഒരു കൊലപാതകമായി പോയി. റബ്ബേ, ഒരിക്കലും ഇങ്ങനെ ആർക്കും ഇങ്ങനെയുള്ള മരണങ്ങൾ കൊടുക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അതിന് മാത്രമേ പറ്റൂ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.